ബിഗ് ബോസ് സീസൺ 6 കളി മാറുകയാണ്. കഴിഞ്ഞ ദിവസം ഏറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമിടയായ ഗബ്രി പുറത്തേക്ക് പോയിരുന്നു. ഇനി ആ ബിഗ് ബോസ് വീട്ടിലെ കളികൾ എങ്ങനെയായിരിക്കും? നമുക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം ചോദിച്ചറിയാം. ബിഗ് ബോസിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയാം. ഇപ്പോഴത്തെ സീസൺ തീരെ ഇൻഫോർമേറ്റീവ് അല്ല. ഇപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ ഇപ്പോൾ റിയാസൊക്കെ വന്നപ്പോഴും കുറേ പുതിയ കാര്യങ്ങളും ഇപ്പോൾ LGBTQ എന്ന് പറയുന്ന ടേം ഒക്കെ തന്നെ ഈ ജനങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റിയാസിനെ പോലുള്ളൊരു കണ്ടസ്റ്റന്റ് വന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പം ഇപ്പോൾ ഷോ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തീരെ ഇങ്ങനെ വൾഗറായിട്ടുള്ള കാര്യങ്ങളും മാനേഴ്സ് ഇല്ലാത്ത പോലെയുള്ള പെരുമാറ്റങ്ങളും ഒക്കെയാണ്. ഇത് കുട്ടികളൊക്കെ കാണുന്ന ഷോ ആണ്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആരൊക്കെ കോർട്ടിലേക്കൊക്കെ പോയിട്ടുണ്ട് ഇത് അപ്പോൾ കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്യുമ്പം അവർ ഇതൂടെ നോക്കിയിട്ട് ചൂസ് ചെയ്യണം. കാരണം എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടും എന്റർടൈനിങ് ആയിട്ടും ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ. പരിപാടി നിർത്തി വെക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് തോന്നുന്നുണ്ട്. കാരണം ഏതൊരു എപ്പിസോഡ് നോക്കിയാലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബീപ്പ് സൗണ്ട് കേൾപ്പിക്കേണ്ട തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതല്ലാതെ കുറെ ചേഞ്ച് ആക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ തുടക്കം മുതൽ ജാസ്മിൻ ഗബ്രി അവരാണല്ലോ അതിന് ചർച്ചാ വിഷയമായിട്ട് വിവാദങ്ങളായിട്ടും വന്നത്. അപ്പൊ അതിലൊരാൾ പുറത്തു പോയതിനെ കുറിച്ച് എന്തെങ്കിലും പറയാം? പുറത്തു പോയി എനിക്ക് തോന്നുന്നു ഇപ്പൊ ജാസ്മിന് വിഷമം ഉണ്ടാവും. കാരണം അവർ ഇത്രയും നാളും ഒരാളുടെ ഒരു പ്രസൻസോട് കൂടിയിട്ടാണ് അവൾ അവിടെ അത്രയും കാലം നിന്നത്. അവളല്ല, ജാസ്മിൻ, സോറി. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു 2 ദിവസം മേ ബി ആൾ ഔട്ടായിരിക്കും, സോൺ ഔട്ടായിരിക്കും. അതിനുശേഷം ആക്ടിവേറ്റ് വരും. ഇപ്പൊ ഏറെ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചൊരു കോംബോയാണ് ജാസ്മിൻ ഗബ്രി. ഗബ്രി കഴിഞ്ഞ ദിവസം പുറത്തായിട്ടുണ്ട്. ഇനി ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ അതോ ജാസ്മിനും പുറത്താകുമോ? എന്താണ്? എനിക്കൊന്ന് ജാസ്മിൻ കളിക്കും. കാരണം ആള് നല്ലൊരു ഗെയിമറാണ്. പക്ഷേ ഗബ്രി പുറത്ത് പോയത് കൊണ്ട് ആള് വീക്കാവെന്ന് തോന്നുന്നില്ല. പക്ഷെ ജാസ്മിൻ കൂടെ പുറത്ത് പോകണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ജാസ്മിൻ ഭയങ്കര മനോവിഷമത്തോടെയാണ് ഗബ്രി പുറത്ത് പോയപ്പോഴത്തേക്കും. അതൊക്കെ എനിക്ക് ജസ്റ്റ് തോന്നുന്നത് വെറും ഷോ ഓഫ് മാത്രമായിട്ടാണ് തോന്നുന്നത്. ഈ വിഷമം കാണിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വിഷമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചുമ്മാ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതോടെ വോട്ടാക്കി ജനങ്ങളുടെ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. ജാസ്മിൻ ഇനി ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റായി മുന്നോട്ട് പോകുന്നത്. ആള് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല ആക്റ്റീവ് നല്ലൊരു ഗെയിമർ ആവാൻ പറ്റും. പക്ഷേ ഇത്രയും നാൾ ചെയ്തേണ്ട ആ ഒരു ഇത് ഉള്ളതുകൊണ്ട് മേ ബി എനിക്ക് അത്ര താല്പര്യമില്ല. പുറത്തു പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ നല്ല രീതിക്ക് സ്ക്രീൻ സ്പേസും അതുപോലെ അവർക്ക് കളിക്കാനും പറ്റും. ഓക്കെ, നമ്മുടെ സിബിൻ തിരിച്ചു കയറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതെ, സിബിൻ തിരിച്ചു കയറണം. കാരണം അവിടെ ഒരു ഗെയിം ചേഞ്ച് ആയി കൊണ്ടുവന്നതിന് സിബിനാണ്. ഒരു പുതിയ പവർ ടീമിന്റെ തന്നെ കാര്യങ്ങളെല്ലാം അവർക്ക് എന്തൊക്കെ അധികാരം ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് കൊണ്ടുവന്നത് സിബിനാണ്. അപ്പൊ സിബിൻ തിരിച്ചു കയറിയ കൊള്ളായിരുന്നു. ബിഗ് ബോസ് കാണുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? സിബിൻ ചേട്ടന് പുറത്താക്കിയൊരു വിഷമമുണ്ടോ? ഇന്ന് തിരിച്ചു കയറണമെന്ന് ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഗബ്രിയെ പുറത്താക്കിയാൽ എന്താണ് പറയാനുള്ളത്? തന്നെ ഇനി ജാസ്മിൻ ഒറ്റയ്ക്ക് ഒന്ന് കളിക്കുമോ അവിടെ? ജാസ്മിനെ ഗബ്രി കൂടെ വേണമെന്നാണോ? ജാസ്മിനെ പുറത്താക്കാനുള്ള പുറത്താക്കണോ? ജാൻമണി ഫാൻസാണോ? അപ്പൊ പ്രേക്ഷകർക്ക് കാണാൻ പറ്റാത്തൊരു ഷോ ആയിട്ട് മാറിയിട്ടുണ്ടോ ബിഗ് ബോസ്? കാണുന്നവരുടെ ഈ അലവലാതിത്തരം കാണിക്കും. അത്രയ്ക്ക് ഒരു വൃത്തിയിട്ട ഇതാണത്. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ സീസണിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഗബ്രി പുറത്തായല്ലോ. കഴിഞ്ഞ ദിവസം ഗബ്രി പുറത്തായി. ഇപ്പൊ ജാസ്മിൻ എന്നാ പറ്റി? ഇപ്പൊ ജാസ്മിൻ ഇറക്കി വിടണമായിരുന്നു ആ സ്പോട്ടില്. എന്നാലും അവള് പഠിക്കത്തുള്ളൂ. അവള് എന്തോ തെറ്റി കാണിച്ചതുകൊണ്ടല്ലേ സിബിന് പുറത്താക്കിയത്. പിന്നെ അവിടെ ജാസ്മിനാണ് കാരണക്കാരി. അതല്ലേ സിബിൻ അങ്ങനെ കാണിച്ചേ. അതിന് ശേഷമല്ലേ സിബിൻ അങ്ങനെ പുറത്താക്കിയത് ഇവര്. എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയവര്. എന്നിട്ട് ഇപ്പൊ ഗബ്രിയെ തേച്ചൊട്ടിച്ച് ഗബ്രി ഔട്ടായി. ഇപ്പൊ ജാസ്മിൻ ഇറക്കി വിട്ടു. ജാസ്മിൻ പോട്ടെ. അല്ല, ജാസ്മിനെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുകയോ ഇല്ലയോ? ജാസ്മിൻ ഒറ്റയ്ക്ക് കളിക്കത്തില്ല. ജാസ്മിൻ ഗബ്രി വെച്ചാണ് കളിച്ചത്. ഇപ്പൊ ഗബ്രി പുറത്തായി. ഇപ്പൊ ജാസ്മിൻ അവിടെ പോയ ബിഗ് ബോസ് ജയിച്ച്. അല്ലെങ്കിൽ ബിഗ് ബോസ് കൂട്ടണം. അതാണ് അതിന്റെ ഒരു ശരി. ഈ കളി ഇവിടെ വേണ്ട. എല്ലാവരും ഇറങ്ങി പോട്ടെ. ഈ പേരും പറഞ്ഞ് അവിടെ വേറെ കളിയാണ് നടക്കുന്നത്. ബിഗ് ബോസിൽ 90 ദിവസം അവിടെ പോയി കിടന്നിട്ട് ആരാ എവരാ എന്തോ
ഒന്നും അറിയണ്ട, അവർക്ക് എല്ലാം ഉണ്ട് അവിടെ. ഭർത്താവുണ്ട്, എല്ലാവരും നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അതിന് ബിഗ് ബോസ് നല്ലതുപോലെ കളിക്കുന്നുണ്ട് അവിടെ. ഇവിടെ കളിക്കട്ടെ അവർ. ഇതിനേക്കാളും നല്ല തന്തയ്ക്കൊക്കെ ഉണ്ടായതെങ്കിൽ പുറത്ത് കിടന്നുകൂടെ ഇവർക്കൊക്കെ. ഇവിടെ എനിക്ക് അതിനോട് ചോദിക്കുകയാണ്, ഇത് എന്താ ഉദ്ദേശം ഇവരെ പറഞ്ഞ ശരിയാകത്തില്ല. അതാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ പറയാൻ പോയിട്ടുണ്ടല്ലോ, അത് നാണക്കേടാ. കാരണം കാണുന്നവർക്ക് നാണക്കേട്. പ്രേക്ഷകരെ വിധികളാക്കിക്കൊണ്ടാണ് മത്സരം മുമ്പോട്ട് പോകുന്നത്. അതിനോട് യോജിക്കുന്നുണ്ടോ? എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും ഇത്? എൻ്റെ അറിവിൽ ഞാൻ പറയുന്നത് ബിഗ് ബോസ് അടച്ച് കൂട്ടുക, പ്രശ്നം തീർന്നു. ഈ ബിഗ് ബോസും വേണ്ട, ഒന്നും വേണ്ട. കാരണം ഈ ഒരു പേരും പറഞ്ഞ്, ഈ ഒരു ഷോയുടെ പേരും പറഞ്ഞ് എല്ലാവരും അകത്ത് കയറും. ഏതെങ്കിലും കണ്ണ് കെട്ടി അതിന് റിവ്യൂ കൊണ്ടുപോകും. അവിടെ വേറെ കളികൾ. അപ്പോൾ ഇതെന്തിനാ ആൾക്കാർ ഒരുമാതിരി മണ്ടന്മാരാക്കുന്നത്? അല്ല, പാവം പിടിച്ച അവൻ സിബിൻ കയറി നല്ലതുപോലെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇവർ എന്തിന്റെ ഇതൊക്കെയാണ് ഇവർക്ക്? അവൻ നല്ലതുപോലെ കളിച്ച ഒരു ആളായിരുന്നു. നാട്ടുകാരെന്ന് പറയുന്നതല്ല, അവൻ നല്ല കളിച്ചോണ്ടിരുന്നവരാണ്. പിന്നീട് അവനെ ഒന്നും പറയാതെ അവൻ പുറത്തിറങ്ങാൻ പറഞ്ഞിട്ടില്ല. ഇവരായി കൂടി അവനെ കൊണ്ട് പുറത്തിറക്കിപ്പിച്ചു. എന്ത് കിട്ടി? സിബിനെ തിരിച്ചെടുത്ത് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്ന സിബിന് എന്റെ ഒരു അറിവിൽ സിബിന് അവിടെ തിരിച്ചെടുക്കണ്ട. കാരണം ഈ പേരും പറഞ്ഞ് അവരെ കൊണ്ട് കൊല്ലും. ഈ പേരും പറഞ്ഞ് അറിയാം, നാട്ടുകാർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും, ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു സിബിന്. പക്ഷേ സിബിൻ പുറത്ത് വന്നപ്പോഴത്തേക്കും അത് തീർന്നു. ഇനി സിബിൻ അങ്ങോട്ട് വരാതിരിക്കുകയാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇനി അങ്ങോട്ട് വന്ന എല്ലാവരും കൂടെ ചേർന്ന് അവനെ ഭീഷണിപ്പെടുത്തിയല്ലോ കൊല്ലുവന്നു. അത് എനിക്ക് വീണ്ടും ഭീഷണി നടത്തും, കൊല്ലുവന്നു. അത് വേണ്ട, അവിടെ കിടക്കട്ടെ, അതിനൊരു പ്രശ്നവുമില്ല. എന്താണ് ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായം? ബിഗ് ബോസ് ഇപ്പോഴത്തെ സീസൺ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സീസണാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കുടുംബമായിട്ട് ആർക്കും കാണാൻ പറ്റിയ ഒരു ഷോയേ അല്ല. ഈ ഷോ നിർത്തി വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എല്ലാവരുടെ അഭിപ്രായം. കാരണം ഈ ഫാമിലി ആയിട്ട് ആർക്കും കൊച്ചുകുട്ടിയൊക്കെ കാണാനുള്ള ഒരു ഷോ ആയിട്ട് തോന്നുന്നേയില്ല. പല രീതിയിലുള്ള അവരുടെ ഓരോ ക്യാരക്ടർ, അവരുടെ ഓരോ രീതിയിലുള്ള ശരീരത്തിൻ്റെ ആയിരുന്നാലും ഡ്രസ്സിങ്സിൻ്റെ ആയിരുന്നാലും പല രീതിയിലുള്ളത്. പിന്നെ ഉള്ള ഏറ്റവും വലിയ സങ്കടം, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തീരദേശത്തുനിന്ന് ഈ 6ാമത്തെ സീസൺ വരെ നടന്നിട്ട് ആദ്യമായിട്ട് കയറിയതാണ് സിബിൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന ചെറുക്കൻ. അവൻ വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ തുടങ്ങിയത് മുതലേ കാണുമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അത് ബിഗ് ബോസ് ആണെന്ന് ഒരു ഇതായിട്ട് കാണത്തില്ലായിരുന്നു. പിന്നീട് എന്തോ ഒരു മടുപ്പ് തോന്നി. പക്ഷെ സിബിൻ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എന്തോ ഒരു, കാരണം ഷോ തീരുമ്പോൾ ഞങ്ങൾക്ക് പിറ്റേന്നത്തെ ഇതോർത്ത് ഒരു ടെൻഷനാണ്, എന്തായിരിക്കും പിറ്റേന്ന് എന്നൊരിത്. പക്ഷേ സിബിൻ ഒരിക്കലും പുറത്താകാനുള്ള ഒരു ചെറുക്കനെ അല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് മനഃപൂർവ്വം പുറത്താക്കിയതാണോ? ഇനിയിപ്പം ഇതിൽ ഏറ്റവും വലിയ ഇത് കപ്പ് എന്തായിരുന്നാലും ജാസ്മിന് തന്നെയാണ് കൊടുക്കുന്നത്. അത് ഇപ്പോഴേ നേരത്തെ ഷോ പൂട്ടിയിട്ട് അവർക്ക് കപ്പ് ജാസ്മിൻ്റെ കയ്യിൽ കൊടുത്ത് ജാസ്മിനെ പറഞ്ഞു വിടാം, അത്രയേ ഉള്ളൂ. പിന്നെ പല രീതിയിലും ഇപ്പോൾ കാണുന്നുണ്ട് ഈ ഷോയെ പറ്റിയുള്ള ഓരോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓരോരുത്തരെ വിളിച്ചിട്ട് പലതും പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെ ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ഇത് ഞങ്ങൾ ഫേസ്ബുക്കിലും മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവർ ഇത്രയും പൈസ ഇങ്ങനെ ചെലവാക്കുന്ന സമയം കൊണ്ട് ഇവർക്ക് ഏതെങ്കിലും പാവങ്ങൾക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? ഇതുകൊണ്ട് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ബാക്കിയുള്ളവരുടെ ടൈം വേസ്റ്റ്, അത്രയേ ഉള്ളൂ. ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് പോലും ഞങ്ങൾ കാണാൻ നിൽക്കുന്ന പോലുമില്ല. ഇപ്പൊ TV ഓൺ ചെയ്യുന്നില്ല. കൊച്ചുകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ. 9 വയസ്സുള്ള ആ കൊച്ചിന് ഇപ്പൊ സിബിൻ പുറത്തായപ്പോൾ പറയാണ്, ഇനി നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇടണ്ട എന്നുള്ളത്. കാരണം സിബിൻ വന്നതിന് ശേഷമാണ് നല്ല രീതിയിലൊരു പ്ലേ എന്താണെന്നും അവിടെ എന്താണ് ഈ ഇതിൻ്റെ കളിയെന്നും എന്നുള്ളതെല്ലാം തുടങ്ങിയത്. പക്ഷെ അവൻ കുറേ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചായിരുന്നു അവൻ കയറിയത്. പക്ഷെ അവൻ്റെ ലക്ഷ്യങ്ങളെല്ലാം ബിഗ് ബോസിലുള്ളവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവനെ നേരത്തെ മനഃപൂർവ്വം പുറത്താക്കിയത്. അവനെ മാനസികമായിട്ട് അവർ ടെൻഡൻസി ഉണ്ടാക്കി. അവർ പറഞ്ഞു 2 ദിവസത്തേക്ക് പുറത്തു പോയിട്ട് തിരിച്ച് കയറ്റാമെന്ന് പറഞ്ഞു. പിന്നീടായപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നു ഇനി ബിഗ് ബോസ് ഷോയിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ എന്തായിരുന്നാലും സിബിൻ തുടർന്നുണ്ടായിരുന്നെങ്കിൽ കപ്പ് സിബിൻ കൊണ്ടുപോകുമെന്നുള്ളത് എല്ലാവരും വിധി എഴുതി കഴിഞ്ഞ കാര്യമായിരുന്നു. പക്ഷേ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. സിബിൻ്റെ ഇനിയൊരു തിരിച്ചുവരവ് നന്നായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം സിബിൻ ഉണ്ടായിരുന്നപ്പോഴാണ് ആ ഒരു മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നത്. പക്ഷെ എന്തിന്
അവനെ ലാലേട്ടനും ബാക്കിയുള്ളവരും കൂടെ മനഃപൂർവ്വം പറഞ്ഞ് എന്തിനവനെ പുറത്താക്കി, അതിന് ഇതുവരെ ഉത്തരം ആർക്കും കിട്ടിയിട്ടില്ല. പലരും ചോദിക്കുന്നുണ്ട് എന്തിന് സിബിനെ പുറത്താക്കി, പക്ഷെ അതിന് ഉത്തരമില്ല. ഇപ്പൊ സിജോ ഒരു ഇതായിട്ട് സിജോ പോയി, ട്രീറ്റ്മെന്റ് കഴിഞ്ഞു, സിജോ തിരിച്ചു കയറി വന്നു. അപ്പൊ സിജോയെ പറ്റിയുള്ള ഇത് ഞങ്ങൾ അറിഞ്ഞത് ഇങ്ങനെയാണ്, ഇവൻ മനഃപൂർവ്വം ഇത് ചോദിച്ചു, എനിക്ക് 2 ദിവസത്തേക്ക് പുറത്ത് പോകണം എന്ന് ചോദിച്ചപ്പം, എന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിന്റെ ട്രോള് വരുന്നതാണ് മൊബൈലിലൊക്കെ ഗ്രൂപ്പിൽ. ഇവൻ ചോദിച്ച് പുറത്തിറങ്ങി പോയപ്പം ഇവന് പുറത്ത് എന്ത് നടക്കുന്നെന്ന് അറിഞ്ഞിട്ടും ഇവന് പ്രേക്ഷകരെ എങ്ങനെയാണ് സപ്പോർട്ടെന്ന് നോക്കിയിട്ട് അകത്ത് കയറി വന്ന് കളിക്കാം എന്നൊരു രീതിക്ക് വേണ്ടിയാണ് സിബിൻ കയറിയപ്പോൾ ബിഗ് ബോസ് അത് മനസ്സിലാക്കി അവനെ പുറത്താക്കി എന്നാണ് ട്രോള് വരുന്നത്. പക്ഷെ അതല്ല സത്യം. സിബിനെ മനഃപൂർവ്വം മാനസികമായിട്ട് തകർത്തുകൊണ്ട് വെളിയിലാക്കിയതാണ്. അതിലെന്തായിരുന്നാലും പക്ഷെ ഞങ്ങൾക്ക് തീരദേശ മേഖലയിൽ നിന്ന് ഇതുവരെ ബിഗ് ബോസിലെ ഒരു ഷോയിൽ ആരും വന്നിട്ടില്ല. ഇത് ആദ്യത്തെ ഒരു ഇതായിരുന്നു, കപ്പ് കിട്ടും എന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഇതിപ്പോ കാണുന്ന ആർക്കും ഏതൊരു കൊച്ചുകുട്ടിയും വിളിച്ചു പറയും ജാസ്മിൻ തന്നെയാണ് കപ്പ്. ജാസ്മിൻ ഗബ്രിയോട് ഒത്തു നിന്നാണ് ഇതുവരെ ഒരാളുടെ സപ്പോർട്ട് സപ്പോർട്ട് മാത്രമല്ല പല രീതിയിലുള്ള ഒരു എന്താണ് അവിഹിതം തെറ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ അവർ അതിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഈ ക്യാമറയിൽ കാണുന്നില്ലേ? ഇപ്പം സിബിൻ ഒരു ആംഗ്യം കാണിച്ചു എന്നൊരു കാര്യത്തിലാണ് അവരെ പുറത്താക്കിയത്. പക്ഷേ ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്ന, ഞങ്ങളത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന, ജാസ്മിന്റെ കാലില് ഗബ്രി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ തെറ്റല്ലേ? അതൊക്കെ കാണിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ കാണുന്നില്ല ആരും. അതൊരു സൗഹൃദത്തിന്റെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്കിപ്പോ സൗഹൃദമുണ്ട്, ഒരു ഇന്റർനാഷണൽ ഫുള്ളും കാണുന്ന ഒരു ഷോയാണ്. നമ്മൾ മലയാളികൾ മാത്രമല്ല, ഗൾഫിലായിരുന്നാലും യൂറോപ്പിലായിരുന്നാലും എല്ലാവരും കാണുന്ന ഷോയാണ്. എല്ലാവരും സൗഹൃദത്തിന്റെ രീതിയിൽ അത് എടുക്കുന്നുണ്ടോ? ഇല്ല, അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ മീഡിയയിൽ ഒരു ഇത് കാണിക്കുന്നത് അത് സൗഹൃദമാക്കി, ഇപ്പം ഒരാണും പെണ്ണും തോളിൽ കൈ സംസാരിച്ചാൽ ഓക്കെ, അത് സൗഹൃദമാണ്. പക്ഷെ ഒരുമിച്ച് പോയി കെട്ടിപ്പിടിച്ച് അടുത്ത് കിടക്കുക, കെട്ടിപ്പിടിച്ച് കരയുക, ഇതൊക്കെ സൗഹൃദമായിട്ട് ആർക്കും തോന്നത്തില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ബന്ധമായിട്ട് മാത്രമേ സാധാരണക്കാരുടെ മനസ്സിൽ ഓടിയെത്തുള്ളൂ. ഇനി ഗെയിം വേറെ ലെവലിലോട്ടായിരിക്കും പോകുന്നത്. ഗബ്രിയെ കഴിഞ്ഞ ദിവസം പുറത്താക്കി, അതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇനി ജാസ്മിൻ 18 പണിയും താഴെയാകും. ജാസ്മിന്റെ ഒരു വലം കൈയോ ധൈര്യമോ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി ജാസ്മിൻ ഒന്നിയിൽ നന്നായിട്ട് ഗെയിം പ്ലേ ചെയ്ത് കളിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ജാസ്മിൻ ഇത് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ജാസ്മിൻ ഇതാകും. കാരണം ജാസ്മിനെ കൊണ്ട് ഇനി കളിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഗബ്രി പോയതോടെ ജാസ്മിൻ എന്തോ ഈ ഭർത്താവ് മരിച്ച വീട്ടിൽ ഭാര്യ ഇരിക്കുന്ന ശോകവിരഹത്തിലാണ് ജാസ്മിന്റെ ഇരിപ്പും ജാസ്മിന്റെ ദുഃഖവും എല്ലാം കണ്ട. ഇതൊക്കെ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കുന്നില്ല. ഇവരൊമ്മില് ഇനി ഗെയിം മാറുമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നിൽ ഇനി പുതിയ ആൾക്കാർ കയറണം, ഇനിയും ദിവസം ഉണ്ടല്ലോ. പുതിയ ആൾക്കാർ കയറുമ്പോൾ മനസ്സിലാകും അവരേതെന്ന്. അല്ലെങ്കിൽ സിബിൻ ഒരു പ്രാവശ്യം സിബിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, അവൻ ഇനിയും കുറേ കാര്യങ്ങൾ പുറത്ത് പറയാനുണ്ടായിരുന്നു, പക്ഷെ അതവൻ പറഞ്ഞിട്ടില്ല, ഇനി കേറ്റയാണെങ്കിൽ ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു. പക്ഷെ സിബിൻ കയറണം. സിബിനെ പോലെ ഒരു കളിക്കാൻ ഇത്രയും ധൈര്യമുള്ള ഒരു മത്സരാർത്ഥി വേറെ ആരും ആ ബിഗ് ബോസ് ഷോയിൽ വന്നിട്ടില്ല. സിബിൻ ഫൈനൽ വരെ എത്തേണ്ടത്, കപ്പ് ഉയർത്തേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് സിബിൻ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും അവന്റെ ഫ്രണ്ട്സിനും അവന്റെ നെയ്ബേഴ്സിനും എല്ലാവർക്കും വിശ്വാസം ഉണ്ടായിരുന്നു കപ്പ് അവൻ കയ്യിൽ കൊണ്ടുവരുമെന്നൊരിത്. ഞാൻ എൻ്റെ ഒരു നെയ്ബറിന്റെ ചേട്ടന്റെ മോനാണ് സിബിൻ. അപ്പൊ ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടു, സിബിൻ എന്തിനു നിന്റെ കളി കണ്ടപ്പോൾ നീ ധൈര്യത്തോടെ പിടിച്ചു നിന്ന് കപ്പും കൊണ്ടുവരുമെന്ന് വിചാരിച്ചു, നീ എന്തിനാണ് സിബിനെ ഇങ്ങനെ ഒരു ഇത് കാണിച്ചിട്ട് നീ പുറത്തോട്ട് വന്നത്, നീ എന്തുകൂടി? അപ്പൊ അവന്റെ അനിയൻ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന, ചേച്ചി സിബിൻ മനഃപൂർവ്വം വന്നതല്ല, അവര് പുറത്താക്കിയതാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ പുറത്താക്കിയത് അവരാണെന്ന്. പക്ഷെ അതിന് ഉത്തരം പറയണം. ബിഗ് ബോസ് ഷോ എന്തിന് പുറത്താക്കി? കാരണം ഒരാൾക്കിപ്പം ഇപ്പൊ ഒരു സൈക്കോളജി ഡോക്ടറിനെ കാണിച്ചെന്ന് പറഞ്ഞു. അപ്പൊ സൈക്കോളജി ഡോക്ടറിന് മനസ്സിലാകും ഇയാൾക്ക് മാനസികമായിട്ട് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട്. ഒന്നിൽ അയാൾ അവിടെ ഒബ്സർവിൽ വെച്ച് അയാൾക്ക് ആ ടെൻഡൻസി മാറ്റിയെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, അല്ലെങ്കിൽ അയാളെ 2 ദിവസം പുറത്ത് ഇതേപോലെ പറഞ്ഞു വിട്ടിട്ട് അയാളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി കൂളാക്കുക. ഇപ്പൊ ഇതും ചെയ്തില്ല അതും ചെയ്തില്ല, അയാളെ പെട്ടെന്ന് കയറി ഇത് പുറത്താക്കിയിരിക്കുന്നു. മനോധൈര്യമില്ലാത്ത ഒരു പാർട്ടിസിപ്പന്റ് അതിന്റെ ആ കളിക്കകത്ത് നിൽക്കണ്ട എന്നായിരിക്കുമല്ലോ പൊതുവെ ഉള്ളൊരു അഭിപ്രായം. അങ്ങനെ മനോധൈര്യമില്ല എന്നൊരിക്കലും പറയാൻ പറ്റൂല. മനോധൈര്യം ഉള്ളത് തന്നെയാണ്.
പക്ഷെ ഇവര് സൈക്കോളജി ഡോക്ടേഴ്സും ഇവരും തമ്മിൽ പിന്നീട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ഇത് നടന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ ഈ തീരുമാനത്തിലെത്തിയത്. കാരണം ഒന്നുകിൽ അവർക്കറിയാം സിബിൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും നടക്കും, അല്ലെങ്കിൽ ജാസ്മിനെ പോലെ ഒരാളെ ഇതെന്ന് അവർക്ക് പെട്ടെന്ന് പുറത്താക്കേണ്ടി വരും. ഇതിപ്പം എല്ലാവരും വിധി എഴുതിയത് ജാസ്മിന് തന്നെയാണ് കപ്പ്. ജാസ്മിൻ എന്തുകൊണ്ട് ഇത്രയൊക്കെ കാണിച്ചിട്ട് പുറത്താക്കുന്നില്ല? ജനപിന്തുണ ഉള്ളത് കൊണ്ടാവാം. ജനപിന്തുണയൊന്നുമില്ല. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും നോക്കുന്നതാണ്. അങ്ങനെ ജനപിന്തുണയൊന്നുമില്ല. ജാസ്മിൻ എന്തോ ഇപ്പം മാരേജ് ചെയ്യാൻ പോകുന്ന ചെറുക്കനെന്നും പറഞ്ഞിട്ട് ഒരു പയ്യൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അവനും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ ഫോളോ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്നവരാണ്. പക്ഷേ എന്തിന് ജനം ഇങ്ങനെ ഒരാൾക്ക് പിന്തുണയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? ഇത് കരുതിക്കൂട്ടി ജാസ്മിന് തന്നെ സംഘാടകര് കപ്പ് അല്ല തന്നെയാണ് ഈ കപ്പ് എന്തായിരുന്നാലും അതിനേക്കാളും ഇനി 50 ദിവസം തികയിപ്പിച്ച് വെറുതെ ഈ പ്രേക്ഷകരുടെ സമയവും ഏഷ്യനെറ്റിൽ ബാക്കി പരമ്പരകളും പരിപാടിയും നടത്തിക്കുന്ന സമയം കളയുന്നതിനേക്കാളും നേരത്തെ ഇത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജാസ്മിന് കപ്പും കൊടുത്ത് പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ഉടായ്പകൾ കാണാതിരിക്കത്തില്ല. കാരണം ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പ്രേക്ഷകർക്ക്. ഈ ബിഗ് ബോസ് ഷോ എന്താണെന്ന് ഈ സീസൺ 5 വരെ ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷെ ഈ സീസൺ 6 മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പിറകിൽ നടക്കുന്നതെന്നുള്ളത്. കാരണം പെൺ സമൂഹത്തിന് തന്നെ ഇപ്പം നാണക്കേടാണ്, അല്ലെങ്കിൽ സൗഹൃദ ബന്ധത്തിന് നാണക്കേടാണ് ഈ ബിഗ് ബോസ് ഷോയിൽ ഈ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഇത്. എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ട്, ആണും പെണ്ണുമായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ഒരിടത്തും കണ്ടിട്ടില്ലാത്ത സൗഹൃദമാണ്. ഇപ്പം ഇന്ന് തന്നെ ഗബ്രിയുടെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക്. അവൻ പറയുന്നത് ഞങ്ങൾ തമ്മിൽ പ്രണയമാണോ ഇല്ലയോ എന്നുള്ളതും വീട്ടുകാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതും ഇനി അടുത്ത ഇതിൽ ഞാൻ പറയാം. അവൻ ഇത്രയും നാൾ എന്താണ് നടന്നതെന്ന് അറിഞ്ഞില്ല. ഇപ്പൊ മൊബൈൽ കിട്ടിയപ്പോഴാണ് അവൻ കാര്യങ്ങളൊക്കെ അറിയാം. ഇവർക്ക് നാളെയും പുറത്ത് വന്ന് ഇറങ്ങി നടക്കാനുള്ളവരല്ലേ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ. ഇവരെ പബ്ലിക് ഏത് രീതിയിലായിരിക്കും കാണുന്നത്? പക്ഷെ സത്യം പറഞ്ഞാൽ സിബിൻ എന്നൊരു പയ്യനെ പുറത്താക്കിയത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചതിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ മോഹൻലാലിന്റെ ഫാൻസ് ആയിരുന്നു, പക്ഷെ ഇപ്പോ മോഹൻലാൽ ഒരു അവതാരകൻ മാത്രമാണ്. പക്ഷെ മോഹൻലാലിന്റെ ഫാൻസേ ആകാൻ ഇപ്പൊ തോന്നുന്നില്ല. കാരണം പാവം ഒരു ചെറുക്കന് ഇത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അയാൾക്ക് ഒന്നെങ്കിൽ സപ്പോർട്ട് പിന്തുണ കൊടുക്കാം അയാൾ കളിക്കാനുള്ള ഇതിന്. പക്ഷെ എന്തിന് സിബിനെ പുറത്താക്കി? അതിന് ഉത്തരം ബിഗ് ബോസ് ഷോയിലുള്ളവർ ഇനിയെങ്കിലും പറഞ്ഞേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാവായ അഖിൽ ചേട്ടൻ ഒരു ലൈവ് ഇട്ടിരുന്നു. അഖിൽ ചേട്ടനും ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവരപ്പോൾ ഈ ഗെയിമിൽ ഫസ്റ്റ് മേടിച്ച ആളല്ലേ, അപ്പൊ അവർക്ക് അതിൽ നടക്കുന്ന എന്താണെന്ന് അറിഞ്ഞത് കൊണ്ടാണ് സിബിനെ അവർ പിന്തുണച്ചത്. അത് ഒരാൾ തെറ്റാണെങ്കിൽ അയാൾ ഇത്രയും പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ, നാട്ടുകാർ ഇത്രയും സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനിങ്ങനെ ചെയ്തു? അത് ബിഗ് ബോസ് ഷോയിലൂടെ അറിഞ്ഞേ പറ്റുള്ളൂ. അതുമല്ല ഇപ്പം ഒന്നടങ്കം സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സിബിനെ തൊന്നിയിൽ തിരിച്ചു കയറ്റണം, അല്ലെങ്കിൽ സിബിനെ പോലെ ഒരാളെ എന്തിനു പുറത്താക്കി? അതിന് സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇത്രയും നല്ലൊരു കളിക്കുന്ന പയ്യനെ ഇവര് പുറത്താക്കിയിട്ട് കപ്പ് വലയോ ഒരു കളി അറിഞ്ഞിടാത്തവർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇതിനേക്കാളും നല്ലത് സത്യം പറഞ്ഞാൽ ഈ ഷോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഇനി ആർക്കും കാണാൻ താല്പര്യമില്ല. ഇപ്പം പല സ്ഥലങ്ങളിലും നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ അവർ കൊച്ചുകുട്ടികളായിരുന്നാലും പറയും ഞങ്ങളിപ്പോൾ ഈ ഷോ കാണുന്നില്ല എന്നായിരിക്കും പറയുന്നത്. കാരണം കളിയുടെ ആ ഒരു പഞ്ച്വാലിറ്റി പോയി. കണ്ടോണ്ടിരുന്ന ആ ഒരു പഞ്ച്വാലിറ്റി നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ്. സിബിൻ അടുത്തത് എന്തായിരിക്കും. കാരണം അവൻ അവിടെ തമാശകൾ കൊണ്ടുവന്നു, കളിച്ചിരികൾ കൊണ്ടുവന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഇപ്പം ആരെങ്കിലും ഇപ്പോൾ ഒരാളൊന്നും പറയാതെ അവൻ അങ്ങനെ ഒരു ആംഗ്യം കാണിക്കില്ലല്ലോ. ഇല്ല, അവന് മാനസികമായിട്ട് ഒരു പ്രശ്നമുള്ള ഒരു പയ്യനല്ല നിങ്ങൾ ഈ വൈൽഡ് കാർഡ് റെന്റിൽ കയറ്റിയത്. അവൻ അതുമല്ല ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു DJ ഓപ്പറേറ്ററാണ്, അവനൊരു ഡാൻസറാണ്. പേര് ലോകം ഫുള്ളും ഈ ഒരു സിബിൻ എന്ന വ്യക്തിക്ക് ഈ ഒരു ബിഗ് ബോസ് ഷോ കൊണ്ട് അവന് പേര് കിട്ടേണ്ട ആവശ്യമില്ല. അവൻ ഓൾറെഡി ഫേമസ് ആണ്. അപ്പൊ പിന്നെ എന്തിനാണ് അവന് ഇവര് പ്രലോഭിപ്പിച്ചത്? അല്ലെങ്കിൽ ജാസ്മിൻ ഒന്നും കാണിക്കാതെ സിബിൻ അങ്ങനെ ഒരു ആംഗ്യം കാണിക്കത്തില്ല, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ ആംഗ്യം
കാണിക്കുന്നതിന്റെ ജാസ്മിന്റെ സംഭവം എന്താണെന്ന് ലൈവിൽ കാണിക്കണം. എന്ത് കാണിച്ചപ്പോഴാണ് സിബിനി ഈ കാണിച്ച വൃത്തികെട്ട, അവൻ കാണിച്ചത് ചിലപ്പം തെറ്റ് തന്നെ ആയിരിക്കും, അത് തരത്തിലുള്ള വീഡിയോ പുറത്ത് വന്നിട്ടില്ല. അത് ഞങ്ങള് ഇതിലൂടെയാണ് നോക്കുന്നത്, നമ്മുടെ വൈഫൈ ആണ്. അപ്പോൾ വൈഫൈയിൽ ഞങ്ങൾ വീണ്ടും ഈ ട്രോളുകൾ വന്നപ്പം ഞങ്ങൾ ആ സീന് ബാക്കിലോട്ട് ഇട്ടിട്ട് നോക്കിയാണ്. സിബിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ആംഗ്യം വന്നു, പക്ഷെ അങ്ങനെ ഒരു ആംഗ്യം വന്നിട്ടില്ല. പക്ഷേ ഇത് ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ഇനി ഒരു സംശയമുണ്ട്, പലയിടത്തും ഉയർന്നതാണ്. ഇനി തീരദേശത്തു നിന്ന് വന്ന പയ്യനായത് കൊണ്ടാണോ സിബിനെ മനഃപൂർവ്വം പുറത്താക്കിയത്? പല ട്രോളുകളും ഇപ്പൊ വന്നിട്ടുണ്ട്. തീരദേശത്തു നിന്ന് വന്ന പയ്യനായത് കൊണ്ടാണോ അവനെ പുറത്താക്കിയത്? ഭയങ്കര ഒരു വിഷമം തന്നെയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു ചതി കാണിക്കരുതായിരുന്നു. പക്ഷെ തിരിച്ച് സിബിൻ കയറി ഈ ഷോയ്ക്ക് സിബിന്റെ ഇത് വേണം. അതാണ് ഈ കൊച്ചുകുട്ടികളെന്ന് ചോദിച്ചാൽ അവർ പറയും സിബിൻ പോയതിനു ശേഷം ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളത്. അപ്പൊ സിബിൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് എന്താണ് സിബിൻ ചാട്ടം വന്നപ്പോ സൂപ്പറായിരുന്നു. ഗെയിം നല്ലോണം നടന്ന് കളിക്കുക. അത് മാത്രമല്ല എല്ലാവരും നല്ല ആവശ്യത്തോടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പോയപ്പം ഗെയിം ഒരിതല്ല. പിന്നെ ഗപ്പി പോയപ്പോ ഇപ്പൊ കൊള്ളായിരുന്നു. പിന്നെ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുമോ അതോ കളിക്കും, നല്ല കളിക്കുമെന്ന് തോന്നുന്നു. ഒരാള് ഗബ്രിയോടൊപ്പം ജാസ്മിനും പുറത്തേക്ക് പോകുമോ? ഇന്നൊരാള് പുറത്താവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ജാസ്മിനും പുറത്തു പോകുമോ? ജാസ്മിനും പുറത്തു പോകാൻ കാരണം ജാസ്മിനും ഒരാൾ തെറ്റായില്ല. എന്നിട്ട് സിബിൻ ഇച്ചിരി എന്ന് പറഞ്ഞപ്പോ വേറെന്തോന്നും ഇത് പുറത്താക്കി. തിരിച്ചു വന്നാ കൊള്ളായിരുന്നു. ഇനി തിരിച്ചെടുത്താൽ കൊള്ളാന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഗെയിം മുന്നോട്ട് പോകും. കൂടുതൽ തമാശ ഉണ്ടായിരിക്കും. തമാശ. ഇപ്പൊ ഉള്ള മത്സരാർത്ഥികൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇപ്പൊ ഉള്ള മത്സരാർത്ഥികൾ ചെറുതായിട്ട് അപ്സരയാണ് ഇഷ്ടം. അപ്സര കപ്പ് കൊണ്ടുപോകുമോ? അപ്സര കപ്പ് കൊണ്ടുപോകുന്ന ഇല്ലെന്ന് തോന്നുന്നു. കൊണ്ടുപോകാനുള്ള ഒരു മത്സരാർത്ഥി അല്ലല്ലേ ബിഗ് ബോസ്. ജാസ്മിനെ കൊടുക്കുമെന്ന് തോന്നുന്നു. കാരണം ജാസ്മിൻ ഇത്ര തെറ്റ് ചെയ്തിട്ട് ജാസ്മിനെ പുറത്താക്കുന്നില്ലല്ലോ. ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത് അല്ലേ? ജാസ്മിന് വാണിംഗ് കൊടുത്തോണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പൊ ജാസ്മിനെ പുറത്താക്കുന്നില്ല. ജാസ്മിനെ പുറത്താക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രേക്ഷകർ കാണാനുള്ള ഒരു ഇത് കുറയും തോന്നുന്നുണ്ടോ? ഇല്ല, എല്ലാവരും കാണാൻ തോന്നും. പക്ഷെ ചേട്ടനെ കൊണ്ടുപോകും. സിബിൻ ചേട്ടനെ കയറ്റിയേ കൊള്ളാം. തിരിച്ചു വരാൻ പ്രതീക്ഷിക്കുന്നു. തിരിച്ചു വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ബിഗ് ബോസ് കാണാറുണ്ടോ? കാണാറുണ്ട്. എന്താണ് ഈ സീസണെ കുറിച്ചുള്ള അഭിപ്രായം? ബാക്കിയുള്ള സീസൺസ് ഒക്കെ വെച്ച് നോക്കിയാൽ ഈ സീസൺ മോശം അഭിപ്രായമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? 1 തൊട്ട് 5 വരെ നോക്കുകയാണെങ്കിൽ ഇത് പ്ലാൻഡ് അല്ലാത്ത ഒരു ഗെയിമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ 6-ൽ പ്ലാൻഡ് ആയിട്ട് എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ആ ഒരു ഹൗസിൽ കയറ്റുന്നത് നമുക്ക് ഫീൽ ചെയ്തിട്ട്. അപ്പൊ തുടക്കം മുതലേ ജാസ്മിൻ ഗബ്രി അവരുടെ ഒരു വിഷയം ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവർ സത്യത്തിൽ ഒരു റിലേഷൻഷിപ്പിലാണോ അതൊരു ഫ്രണ്ട്ഷിപ്പിലാണോ എന്ന് സത്യത്തിൽ ആർക്കും തിരിച്ചറിഞ്ഞില്ല. അവർ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ ഈ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ കാണുന്നതാണ്. അപ്പോൾ അതിലിങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോശമാണ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ശരിക്കുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് അവർ പുറത്ത് പറയുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഗബ്രി തന്നെ പറയുന്നു ഗബ്രിക്ക് പുറത്തുപോയ ഒരു ലൈഫുണ്ട്, അതുകൊണ്ട് ജാസ്മിനോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ജാസ്മിൻ ആണെങ്കിൽ ഞാൻ ജാസ്മിൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് ഷോയിൽ കയറിയതിന് ശേഷം എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ലാതായി. ജാസ്മിൻ്റെ റിയൽ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ എനിക്ക് ജാസ്മിനെ ഇഷ്ടമല്ലാതായി.
ആദ്യമൊക്കെ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ യൂട്യൂബിൽ ജാസ്മിൻ്റെ വീഡിയോ ഒക്കെ കാണും, ലൈക്ക് ചെയ്യും. ബട്ട് എനിക്ക് ജാസ്മിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ജാസ്മിനെ ബിഗ് ബോസിൽ വന്നതോടെ ഞാൻ ജാസ്മിനെ ഇഷ്ടമല്ലാതായി. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ്റെ എന്ന് അറിഞ്ഞപ്പോൾ വളരെ വിഷമവും തോന്നി, അതുപോലെ ഇഷ്ടമല്ലാതായി. ജാസ്മിനോടുള്ള ഒരു താല്പര്യം പോയി. അതുപോലെ തന്നെ ഗബ്രി ഇപ്പോൾ പോയപ്പോൾ തന്നെ ജാസ്മിൻ്റെ ഓരോ പ്രകടനമൊക്കെ കണ്ടപ്പോൾ ഗബ്രി പോകുന്ന സമയം പോലും ജാസ്മിൻ്റെ ആ ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല. അത് ജാസ്മിന് വളരെ ഫീലായി. ബട്ട് ഗബ്രി അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ജാസ്മിനോട് അങ്ങനെ പെരുമാറിയത് എനിക്ക് തോന്നി. അല്ല, ഗബ്രി പുറത്തിറങ്ങിയപ്പോൾ ജാസ്മിന്റെ പേരെടുത്ത് പറഞ്ഞാൽ അവൾക്ക് അധികം വിഷമാവും, അതുകൊണ്ടാണ് അവിടെ പേരെടുത്ത് പറയാതെന്ന് പുറത്തിറങ്ങിയിട്ടൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അത് ഇനി ജാസ്മിൻ അവിടെ ഒറ്റയ്ക്ക് നിന്നുള്ള കളി എന്താ, ശക്തമായിട്ട് മുന്നോട്ട് പോകുമോ അതോ വീക്കായി പോകും? ജാസ്മിൻ എനിക്കിപ്പോൾ നോമിനേഷനിൽ വന്നാൽ പോലും ജാസ്മിൻ അധികം അവിടെ നിൽക്കാനുള്ള സാധ്യത തോന്നുന്നില്ല. കാരണം പ്രേക്ഷകരുടെ ഇതാണ് ബിഗ് ബോസ് കണക്കിലെടുക്കുന്നതെങ്കിൽ ജാസ്മിൻ അവിടെ നിൽക്കത്തില്ല. ബട്ട് ജാസ്മിൻ എന്നൊരാൾ അവിടെ ഉണ്ടെങ്കിൽ കൂടുതൽ അടിയും പ്രശ്നങ്ങളും ഉണ്ട്. കാരണം ജാസ്മിൻ ഉണ്ടെങ്കിൽ ആ ഷോയ്ക്ക് റേറ്റിംഗ് ഉണ്ടാവും എന്ന് ബിഗ് ബോസിന് തോന്നുകയാണെങ്കിൽ ജാസ്മിൻ അവിടെ തന്നെ കാണും. അല്ലാത്ത വിധത്തിൽ പ്രേക്ഷകരുടെ ആ ഒരു നോമിനേഷനിൽ ആ ഒരു ലിസ്റ്റൊക്കെ കണക്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ അവിടെ തീർച്ചയായും നിൽക്കില്ല. ജാസ്മിൻ അവിടെ നിൽക്കുകയാണെങ്കിൽ തന്നെ ജാസ്മിൻ പിന്നെ മൂഡ് ഓഫ് അല്ലെങ്കിലും ജാസ്മിൻ അതേപോലെ കാണിക്കുകയും ചെയ്യും. അതേപോലെ ജാസ്മിൻ അവിടെ നിൽക്കുന്നതിനോട് ഞങ്ങൾക്കും വലിയ താല്പര്യമില്ല. കാരണം ജാസ്മിൻ അവിടെ നിന്നിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല. ഗബ്രി പോയതോടെ ജാസ്മിന് പിന്നെ ബിഗ് ബോസിൽ യാതൊരുവിധ ഇത് കാര്യമില്ല. ജാസ്മിൻ അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനിയും നന്നായിട്ട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകുന്നു തോന്നുന്നില്ലേ? ഇല്ല, ജാസ്മിന് തോന്നുന്നില്ല. കാരണം ജാസ്മിന് ഗബ്രി പോയതോടെ ജാസ്മിൻ ഡൗൺ ആയി. ജാസ്മിൻ സ്വയമേ പുറത്തേക്ക് പോകുമെന്ന് തോന്നുന്നുണ്ടോ ഗബ്രി പോയതോടെ? ചെറുതായി തോന്നുന്നുണ്ട്. അല്ലാതെ മിക്കവാറും ജാസ്മിൻ സ്വയമേ പുറത്തു പോകാനുള്ള സാധ്യതയാണുള്ളത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ സിബിൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടോ? തീർച്ചയായും ആഗ്രഹമുണ്ട്. സിബിൻ നല്ലൊരു ഗെയിമർ ആയിരുന്നു. ഇത് ബിഗ് ബോസ് കാര്യമായി പ്ലാൻ ചെയ്ത് സിബിനെ പുറത്താക്കിയതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെയാണ് തോന്നുന്നത്. കാരണം വളരെ നല്ലൊരു ഗെയിമർ ആയിരുന്നു സിബിൻ അവരുടെ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവാത്തതുകൊണ്ട് തന്നെ സിബിനെ മനഃപൂർവ്വം പുറത്താക്കിയതാണെന്ന് ഞങ്ങൾക്ക് ഡൗട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തിരിച്ചു വിളിച്ചാൽ തിരിച്ചു പോകുന്നത് അത്ര നന്നായിരിക്കുമോ? അങ്ങനെ നന്നായിരിക്കുമോ എന്ന് ചോദിച്ചാൽ സിബിൻ തിരിച്ചു പോകില്ല എന്ന് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. അഥവാ തിരിച്ചു പോവുകയാണെങ്കിൽ സിബിൻ ബിഗ് ബോക്സിലെ കപ്പ് നേടിയിട്ടേ വരത്തുള്ളൂ. അപ്പൊ കപ്പ് നേടാൻ പറ്റിയ ഒരു മത്സരാർത്ഥിയായിട്ടാണ് സിബിനെ അവിടെ. അതെ, തീർച്ചയായും ബിഗ് ബോസ് ഷോയിൽ സിബിൻ തുടർന്നിരുന്നു എങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിന്നർ സിബിൻ തന്നെ ആവുമായിരുന്നു. അപ്പൊ മറ്റു പലരെയും സംരക്ഷിച്ചുകൊണ്ട് മനഃപൂർവ്വം സിബിനെ പുറത്താക്കിയതുപോലെയാണ്. തീർച്ചയായും ബിഗ് ബോസ് മനഃപൂർവ്വം സിബിനെ പുറത്താക്കിയതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഈ ഒരു പരിപാടിക്കെതിരെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തിവെക്കേണ്ട ഒരു രീതിയിൽ പരിപാടി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം സിബിനെ പുറത്താക്കുന്നതും അതുപോലെ തന്നെ ഇവർ പല സീസണുകളിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിലും സിബിന്റെ ആ ഒരു കാര്യം വന്നപ്പോൾ നമുക്ക് തീർച്ചയായും ഉറപ്പായിട്ടുണ്ട് ഇതുവരെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തിരിച്ചകത്തേക്ക് കയറ്റാമായിരുന്നു എന്ന് തോന്നില്ലേ സിബിന്? കാരണം അടിക്ക് പുറത്താക്കേണ്ട സിബിന് വാണിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സിബിന് അങ്ങനത്തെ ഒരു പ്രവൃത്തിയോ അങ്ങനത്തെ ഒരു പെരുമാറ്റമോ ഒന്നും ബിഗ് ബോസ് ഹൗസിൽ ചെയ്തിട്ടില്ല. സിബിന് വാണിംഗ് കൊടുക്കേണ്ട കാര്യവും ഇല്ല, പുറത്താക്കേണ്ട കാര്യവും ഇല്ല. അവർ ആ ഷോയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന സിബിന് എന്തോ പ്രശ്നമായിട്ട് സിബിനെ പുറത്ത് വിട്ടതാണെന്നാണ്. ബട്ട് സിബിന് അങ്ങനെ യാതൊരുവിധ പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മളെ ഒരാൾ പ്രൊവോക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മനോനില ഇല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മത്സരാർത്ഥികളെ പുറത്താക്കുന്നതല്ലേ പൊതുവേ നല്ലത്. സിബിൻ അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലാത്തത് കൊണ്ടാവാൻ പുറത്താക്കിയതെന്ന് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറായ അഖിൽ മാരാർ തന്നെ പറയുന്നുണ്ട്. അഖിൽ മാരാറേയും പലപ്പോഴും ഇങ്ങനെ പ്രൊവോക്ക് ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹം പുറത്തായിട്ടില്ല, അദ്ദേഹം പിടിച്ചു നിന്നു. സിബിനെ കൊണ്ട് അത് പറ്റാത്ത സ്ഥിതിക്ക് വന്നതുകൊണ്ടായിരിക്കും സിബിനെ ഇങ്ങനെ പുറത്താക്കിയെന്ന് അഖിൽ മാരാറും പറയുന്നുണ്ട്. അപ്പൊ തിരിച്ചെടുത്താലും ആ ഒരു സാഹചര്യം വീണ്ടും വന്നുകൂടായികയില്ല. അതെ. അപ്പോൾ തിരിച്ചു കയറണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും തിരിച്ചു കയറണമെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഒന്നൊക്കെ കഴിഞ്ഞ് സിബിൻ ഇനി നല്ല ശക്തനായിട്ട് തിരിച്ചു വരുമെന്ന് തോന്നില്ലേ? സിബിൻ പിന്നെ കയറുകയാണെങ്കിൽ സിബിൻ ശക്തനായിട്ട് തിരിച്ചു വരികയും ചെയ്യും. ബിഗ് ബോസിൽ അവിടെ സിബിന് നിൽക്കാൻ പറ്റുമെങ്കിൽ സിബിൻ കപ്പും കൊണ്ടേ പുറത്ത് വരുവുള്ളൂ എന്ന് നല്ല ഉറപ്പുണ്ട്. ഇപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ്? അർജുൻ, ശ്രീതു, ഋഷി. അർജുൻ ശ്രീതു എന്ന് പറഞ്ഞില്ല, അവരൊരു പ്രണയത്തിന്റെ വഴിയിലേക്ക് പോകുന്നില്ലേ? ചെറുതായിട്ട്. അപ്പൊ അതൊരു അവരുടെ തന്ത്രമല്ലേ?
അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു തന്ത്രമായിട്ട് തോന്നില്ലേ? അവര് ചെറുതായിട്ട് സേഫ് ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ അവർ രണ്ടുപേരും. പിന്നെ അവര് പ്രേക്ഷകർക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണോ? അല്ല, അവിടെ ഉണ്ടോന്ന് പോലും അറിയത്തില്ല ബിഗ് ബോസിൽ. ഇടയ്ക്കിടയ്ക്ക് ലാലേട്ടൻ വരുമ്പോൾ മാത്രമാണ് അർജുൻ്റെ പേര് വിളിക്കുമ്പോഴാണ് അർജുൻ അവിടെ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത്. ഏറ്റവും കൂടുതൽ അർജുൻ സംസാരിക്കുന്ന അപ്സരയായിട്ടാണ്. ശ്രീതുമായിട്ടും സംസാരിക്കാറുണ്ട്, എന്നാലും അവർ രണ്ടും സേഫായിട്ട് നിൽക്കുന്ന കണക്കാണ് തോന്നിയിട്ടുള്ളത്. അവരെ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാലും അറിയത്തില്ല. പക്ഷെ അവരുടെ ഉള്ളിലും ഇഷ്ടമുണ്ട്, അതവർ പുറത്ത് പറയുന്നില്ലല്ലോ. പുറത്തോട്ട് പോയാൽ പിന്നെ ആ വീട് ഉറങ്ങിയതുപോലെ പിന്നെ ഒട്ടും തോന്നത്തില്ല. നല്ലൊരു ഗെയിമർ ആണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. സ്റ്റാർട്ടിങ്ങിൽ പിന്നെ വന്ന തൊട്ട് അൻസിബ അവിടെ ഒന്നും ആക്റ്റീവ് അല്ലല്ലോ. അപ്പൊ അൻസിബ പോയാലും ഒരു പ്രശ്നവും ഇല്ല. അതെന്തോ ഇത്ര ആഴ്ചയായിട്ടും വീട്ടിൽ പോണമെന്ന് പറഞ്ഞിട്ടും അൻസിബയെ പുറത്താക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്ര ആഴ്ച വരെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ബിഗ് ബോസ് അവർക്ക് മാത്രമേ അറിയാവുള്ളൂ. ഇനി അവര് സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച ആ ഒരു ഇതിലാണോ അതോ പ്രേക്ഷകരുടെ വിധി അനുസരിച്ചാണെങ്കിൽ അൻസിബ പുറത്തു വേണ്ട സമയം കഴിഞ്ഞു. പ്രേക്ഷകരുടെ വിധി കണക്കിലെടുത്താണ് ഇതുവരെ ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള നിലയിലാണ് പരിപാടി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും തൊട്ട് ഇതുവരെയുള്ള നോമിനേഷൻ എല്ലാത്തിനും അൻസിബ വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അൻസിബ ഔട്ടായില്ല? ഇതുവരെയായിട്ട് അൻസിബ ഔട്ടായിട്ടില്ല. അൻസിബ പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേക മത്സരാർത്ഥികളെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പരിപാടി മുന്നോട്ട് പോകുന്നത്. തെറ്റ് ചെയ്തിട്ടും അത് ആ തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തിയിട്ട് തെറ്റ് ചെയ്യാത്തവരെ ഇത് ചെയ്യുന്ന കണക്ക് തോന്നിയിട്ടുണ്ട്. സിബിന്റെ കാര്യത്തിലായാലും അങ്ങനെയുണ്ട്. ജാസ്മിൻ്റെ അടുത്ത് എന്തോ ഒരു തെറ്റായ പ്രവൃത്തി കാണിച്ചെന്ന് പറയുന്നത്, അത് എന്തിനാണെന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു തന്നിട്ടില്ല അത് എന്തിനാണെന്ന്. എന്നിട്ടാണ് സിബിനെ പുറത്താക്കിയതെന്ന് പറയുന്നത്. സിബിൻ പുറത്തു പോയാലും ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഒരാൾ എന്നുള്ള ഒരിതിൽ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് മ്യൂസിക് ആ പരിപാടി വന്നതിന് ശേഷമാണ് DJ സിബിൻ ഇവിടെ ഉള്ളതെന്ന് അറിയുന്നത്. അപ്പം ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. പിന്നെ ഔട്ടായപ്പോൾ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഞങ്ങൾക്കും വിഷമമായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഓരോ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു സിബിനെ മനഃപൂർവ്വം പുറത്താക്കിയതാണ് എന്ന്. പിന്നെ ചിലർ പറയുന്നുണ്ട് ഈ തീരപ്രദേശത്ത് നിന്നും വന്നുള്ളൊരു വ്യക്തി അതുകൊണ്ടാണ് പുറത്താക്കിയതെന്ന്. ആയിരിക്കാം ചിലപ്പോ. അങ്ങനെ ഇത് അവരിങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തിയ കണക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് സിബിന്റെ കാര്യത്തിൽ. അഖിൽമാരാർ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇങ്ങനെ അഖിൽമാരാർ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രൊവോക്ക് ചെയ്യുന്ന ഓരോ വാക്കുകൾ പറഞ്ഞ് എന്നാൽ അഖിൽമാരാർ ചിലപ്പോൾ സിബിനെ അത് പിടിച്ചു നിൽക്കാൻ പറ്റാതായിരിക്കും സിബി വന്നത്. ഞങ്ങളുടെ നാട്ടുകാരനായത് കൂടെ കൊണ്ട് ഞങ്ങൾക്ക് സിബിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നല്ല, നന്നായിട്ട് കളിച്ചൊരു നല്ലൊരു പ്ലെയർ ആയിരുന്നു സിബി. അദ്ദേഹം വന്നതിന് ശേഷമാണ് അവിടെ നല്ലൊരു മാറ്റം സംഭവിച്ചത്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിക്ക് തന്നെ സീസൺ 6 തന്നെ നല്ലൊരു റേറ്റിംഗ് കിട്ടിയത് സിബിൻ വന്നപ്പോഴായിരുന്നു. അങ്ങനെയായിരുന്നു. സിബിൻ പുറത്താക്കണ്ടായിരുന്നു. ഗസ്റ്റായിട്ട് വന്ന ഒരാളെ കൊണ്ട് വലിയ ഉപയോഗമൊന്നും അവിടെ തോന്നുന്നില്ല. സിബിൻ തിരിച്ചു കയറുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്ന വെച്ചാൽ അവന്റെ പിന്നെ ഇഷ്ടമാണെങ്കിൽ അവൻ കയറും, അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ. അല്ല, ജനങ്ങളുടെ ഒരു പിന്തുണ കൊണ്ട് അകത്തേക്ക് കയറാൻ സാധ്യത, എല്ലാവരും അകത്തേക്ക് കയറണമെന്നാണ് പറയുന്നത് പൊതുവെ. സിബിനെ ഷോയ്ക്കകത്ത് അവനെ കയറ്റണം, അത് കയറ്റിയല്ലേ ശരിയാവുള്ളൂ. കളി വേറെ ലെവലിലെത്തും, അതങ്ങ് പോകും. പിന്നെ അവൻ നല്ല അഭിനയിച്ചപ്പോ അവനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് വെളിയിലാക്കി. രണ്ടുമൂന്ന് പെണ്ണുങ്ങളാണ് ഇതിൽ കൂടെ ചേർന്ന് അത് ഇല്ലാതെയാക്കി. കരുതിക്കൂട്ടിയുള്ള ഒരു പുറത്താക്കൽ അത് അങ്ങനെയാണെന്നാണ് തോന്നുന്നു, അല്ലാതെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പരിപാടി നിർത്തിവെക്കണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? അത് വേണ്ട, യഥാർത്ഥത്തിൽ അത് വേണ്ട തന്നെ. ഒരു പരിപാടി വേണ്ട എന്നുള്ള രീതി തന്നെ. ആദ്യം മുതലേ നമുക്ക് ജനങ്ങൾ ഒരുപാട് ചർച്ചയും വിവാദവും വെച്ചതാണ് ജാസ്മിൻ ഗബ്രി കോംബോ. അവർ ഒരുമിച്ച് നിന്നാണ് ഗെയിം ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഗബ്രി അതിൽ ഔട്ടാവുകയും ചെയ്തു. അതിൽ ജാസ്മിന് ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ജാസ്മിനും പുറത്താകുമോ അതോ അതിൽ തുടർന്ന് നിന്ന് നന്നായിട്ട് കളിക്കും? എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം? ജാസ്മിൻ അതിൽ ഉറപ്പായിട്ടും തുടരുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. അവരുടെ റിലേഷൻഷിപ്പ് അത്രയ്ക്കും ഒരു ജനങ്ങൾക്ക് ഒരു വല്ലാതൊരു ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ അങ്ങോട്ട് എന്താവും എന്നുള്ളത് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ?
ഇല്ല, കൂടെ ഒരാളൂടെ ഉണ്ടേക്കോളും. ഗബ്രി സൂപ്പറാണ്, ജാസ്മിനെയൊക്കെ വളരെ ഇഷ്ടമാണ്. രണ്ടുപേരും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല സൂപ്പറായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമാണ്. രണ്ടുപേരും വരണമെന്ന് തന്നെ ഇഷ്ടം. അവരുടെ ഒരു കോംബോ ഇഷ്ടം. അതെ, നല്ല അടിപൊളിയാണ്. അതിൽ കൊണ്ടുപോണതേ അവർ രണ്ടുപേരുമാണ്. അല്ലെ എപ്പോഴും അടിയും വഴക്കൊക്കെ അല്ലേ, കുറച്ചൊക്കെ റൊമാൻറ്റിക് അല്ല. അവർ തമ്മിൽ ഒരുപാട് അസഭ്യങ്ങളും അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അതൊക്കെ ഉണ്ട്. അത് ഒരുപാട് വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട്. അങ്ങനെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ അതിൽ വേണ്ടെന്നാണ് ഭൂരിപക്ഷം ആളുകളുടെയും അഭിപ്രായം. പബ്ലിക്കായിട്ടല്ലോ ബിഗ് ബോക്സ്, അപ്പോ ഓവറായിട്ട് ആക്ടിങ് ഒന്നും വേണ്ട. അതിനോട് ഞാൻ യോജിക്കുന്നു. ഓവറാണെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അതിന് വേണ്ട. നല്ല ആക്ടിങ് ഒക്കെയാണ്, സൂപ്പർ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി വീണ്ടും അവർ വേണം, പക്ഷെ പബ്ലിക്കായിട്ട് ഇരുന്നണ്ട അങ്ങനെയൊന്നും പാടില്ല. ഓവറായിട്ട് നമ്മൾ കാണുന്നുണ്ട്, ബിഗ് ബോസ് ഒക്കെ കാണുന്നുണ്ട്, സൂപ്പറാണ്. ആദ്യമൊക്കെ നല്ലതാണ്, പിന്നെ അവരുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളത് പോലെയാണ്. അപ്പൊ അതൊന്നും അതൊന്നും മാറ്റിയ കൊള്ളാം, സൂപ്പർ. ജാസ്മിൻ കാരണമല്ല അതിൽ സിബിൻ പുറത്തായത്. അപ്പൊ സിബിൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സിബിൻ ഉണ്ട്. സിബിൻ നല്ലൊരു ഗെയിം ചേഞ്ചറാണ്. ഗബ്രി പുറത്തു പോയപ്പോഴത്തേക്ക് സിബിൻ തിരിച്ചു വരുമെന്നൊക്കെ ഗെയിമിന്റെ ഒരു ലെവല് മാറുമെന്നൊക്കെ തോന്നുന്നുണ്ട്. അമ്മ ബിഗ് ബോസ് കാണാറുണ്ടോ? വല്ലപ്പോഴും കാണണം. ഇപ്പോഴും ഞങ്ങളുടെ സിബിൻ ഇല്ലാത്തതുകൊണ്ട് കാണത്തില്ല. കാണത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ അത് TV തുറന്ന ഉടനെ എൻ്റെ പിള്ളേരുടെ പരിപാടികൾ കാണും. സിബിനെ പുറത്താക്കിയതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യരുത്, പറഞ്ഞേട്ടാ. ഇങ്ങനെ ചെയ്യരുത്. 2-3 പെണ്ണുങ്ങളൊക്കെ വിചാരിച്ച് ഞങ്ങൾ കാണുന്ന എന്താ പറയുമ്പോൾ ഒരു അഴിഞ്ഞാട്ടം പെണ്ണുങ്ങളായിരുന്നു. എന്നുവെച്ചാൽ കെട്ടിപ്പിടിക്കുന്ന നമ്മൾ കാണികൾക്ക് ഒരു പരിധിയില്ലേ. പരസ്യമായിട്ടൊക്കെയാണ് പയ്യന്മാരെ കെട്ടിപ്പിടിക്കുന്ന, അവൻ്റെ അവിടെ ബെഡിൽ കയറി കിടക്കുകയും ഷീറ്റ് മൂടി കിടക്കുകയും ചെയ്യുന്നത്. പക്ഷെ സിബിൻ അങ്ങനെയല്ല. സിബിൻ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ കൈ കെട്ടി നിൽക്കും. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ അവരടുത്ത് സംസാരിക്കത്തുള്ളൂ. അതുപോലെ അവൻ ഈ വൃത്തിയോടൊന്നും ഞങ്ങൾ കണ്ടില്ല മോളെ. ഇങ്ങനെ വന്നാൽ അവരുടെ കൂട്ടത്തിലൊന്ന് ഇരിക്കും. അവർ കാണിക്കുന്ന തെറ്റാണെങ്കിൽ അതിനും സംസാരിക്കുമെന്ന്. പക്ഷെ അല്ലാതെ അവൻ വേറെ ഈ നാട്ടിലായാലും എൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ മോൻ്റെ പ്രായമാണ്. എൻ്റെ മോൻ്റെ പ്രായക്കാരൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതൊക്കെ ദൈവത്തിന് ഇഷ്ടപ്പെടത്തില്ല. ആ മോനെ അവനെ ഇറങ്ങി പോകാൻ, അവന്റെ തുണി എടുത്തോണ്ട് ഇപ്പൊ തന്നെ പോകണം, അവന്റെ ബാഗും എടുത്തോണ്ട് ഇപ്പൊ തന്നെ പോകണം. അതൊക്കെയാണ് പറയേണ്ടത്. അവന് മെന്റലാണ്, അവന് വട്ടാണ്, അവന് ഗുളിക കൊടുക്കണം. എന്നിട്ട് അവന് ഗുളിക വരെ വല്ല പെണ്ണുങ്ങളുടെ മാക്കും കേട്ടോ അവന് ആ പയ്യന് ഗുളിക വരെ കൊടുത്തു. അവൻ ഗുളിക കഴിച്ചില്ല. അവൻ കഴിച്ചതെന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അവന്റെ അച്ഛനും അമ്മയ്ക്ക് ഇവര് മോനെ കൊടുക്കുവോ അവര്? അപ്പൊ മോഹൻലാൽ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടാ മതിയായിരുന്നു, പുറത്താക്കേണ്ട. അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ മോഹൻലാലിനെ അറിയത്തില്ല. അയാളടുത്ത് മറ്റുള്ളവർ പറഞ്ഞ് പ്രേരിപ്പിച്ചതാണ് അയാള് ഈ മോനിലോട്ട് അത് ചെയ്തത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. കുറച്ചു പേരുടെ വാക്ക് കേട്ടിട്ട് ഈ മോനെ പുറത്താക്കേണ്ട ആവശ്യമില്ല. ശരിക്കുള്ള കാരണം എന്തരാണെന്ന് അവൻ എന്തെങ്കിലും സംസാരിച്ച അല്ലെങ്കിൽ ആക്ഷൻ എന്തെങ്കിലും ഒന്നും കാണിച്ച്. പക്ഷെ പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുകയും ഇരിക്കുകയും ഒരു വെട്ടിനകത്ത് മൂടിക്കിടക്കുകയും ചെയ്യുന്നതൊക്കെ അതാണ് നിങ്ങളുടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി. എൻ്റെ ഒരു മോനാണ്, എൻ്റെ മോൻ്റെ കൂടെ നടക്കുന്ന ഒരു മോനാണ്. എൻ്റെ മോനാണ്. ആ മോനെ കൊണ്ട് ബിഗ് ബോസിൽ കൊണ്ട് അവിടെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും പോയി എടുക്കാൻ പോയത് എൻ്റെ മോനും എൻ്റെ മോൻ്റെ കാറും കൊണ്ടാണ്. അപ്പം ഞങ്ങൾക്കത് വിഷമമുണ്ട് കേട്ടാ. ജാസ്മിനും കുറേ അല്ലാതെ 2-3 ഉണ്ട്. പക്ഷെ അതിനൊക്കെ എന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ ഉണ്ടല്ലേ മോളെ. ജാസ്മിന്റെ ഫ്രണ്ട് ഗബ്രി പുറത്ത് പോയിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ ഇനി അതിന്റെ അകത്ത് നിൽക്കുമോ? അവളെ പുറത്ത് കളയണം, അവളെ പുറത്താക്കണം. അവള് തന്നെ മെയിൻ ആയിട്ടുള്ള ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ എന്നെ വെറും അഴുക്ക പന്ന പെണ്ണ്. ജാസ്മിനെ കൂടി പുറത്താക്കണം. സിബിനെ തിരിച്ച് സിബിനെ എടുക്കണമെങ്കിൽ അത് ഞാൻ പറയുന്ന മക്കൾ അവനെ എടുക്കണം. കാരണം ആ പിള്ള അത്രയ്ക്കും വിഷമിച്ച് എയർപോർട്ടിൽ പോരുമ്പോൾ കരയുന്നു. എന്ത് നാണക്കേട്. അവനെ ഞാൻ അവന് വിദ്യാഭ്യാസം കൊണ്ട് വലിയ പരിപാടിയിലൊക്കെ പോകുന്ന ഒരു പയ്യനാണ്. ഇപ്പൊ അവൻ എറണാകുളത്ത് ഇന്റർവ്യൂക്ക് പോയിരിക്കുകയാണ്. ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു കേട്ടാ. അപ്പൊ ഇങ്ങനൊരു ഏരിയയിൽ നിന്ന് വന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്ന് കുറച്ച് പേര് പറയുന്നു. അത് ഇനി എനിക്ക് തോന്നുന്നത് എന്താ പറയാ, ഈ ഇതിലെ നിങ്ങളുടെ ബിഗ് ബോസിൽ ഉള്ളതെല്ലാം മുസ്ലിങ്ങളാണ് തന്നെ.
സിബിൻ മാത്രമാണ് ക്രിസ്ത്യാനി പയ്യൻ. ചിലപ്പോൾ ഇനി ആ മുസ്ലിങ്ങൾക്ക് ചിലപ്പം ക്രിസ്ത്യാനി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും അവനെ പുറത്താക്കിയത്. ചിലപ്പോൾ അങ്ങനെയും ചെയ്യാം. കാരണം അതിലുള്ളതെല്ലാം മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളാകുമ്പോൾ എത്ര വേണമെങ്കിലും കെട്ടാം. ക്രിസ്ത്യാനിയാകുമ്പോൾ ഒന്നിനെയും കെട്ടാൻ പറ്റുമോ? അങ്ങനെയുള്ളൊരു രീതിയിലാണ് പുറത്താക്കിയത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വിഷമമുണ്ട്. പൊന്നു മോളെ എൻ്റെ ഒരു മോള്, എനിക്ക് പെൺമക്കളില്ല, ഒരു മോനാണ്. അതുപോലെ ഒരു മോളാണ് മോളെ മറ്റൊരാൾ വഴക്ക് പറയുമ്പോഴത്തേക്ക് എനിക്ക് വിഷമം ഉണ്ടാകും. കാരണം എൻ്റെ ഒരു മോളാണ് നീ. അതുപോലെയാണ് അതെൻ്റെ ഒരു മോനാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് വിഷമമുണ്ട്. പൊന്നു മോനാണ് അവൻ. ഞങ്ങളുടെ നാട്ടിൽ അവനെ കൊണ്ട് ഒരു ശല്യവും ഇല്ല ആർക്കും. ആരെയും ഒന്നും പറയുന്ന ഒരു മോനല്ല. ഒരു വഴക്ക് പറയും, ഒരു ചീത്ത വിളിക്കുക, ഒരു വേണ്ടാത്തതിന് പോകുന്ന ഒരു മകനല്ല അവൻ. പിന്നെ എന്തുകൊണ്ടാണ് അവനെ ഇങ്ങനെ ഒരുമാതിരി ഭ്രാന്തനാക്കി അവനെ പറഞ്ഞിട്ടത്? അങ്ങനെയപ്പോൾ അവനെ നിങ്ങൾ എടുക്കരുതായിരുന്നു. അതൊരു ശരിയായ നടപടിയല്ല. അത് നടപടിയല്ല മോളെ. തെറ്റൊന്നും ചെയ്യാത്ത ഒരു പയ്യൻ അവനാണെങ്കിൽ ഞങ്ങൾ കാണുന്നതാണ്. ഇവിടെ ഈ പരിപാടി നടക്കുമ്പോഴത്തെ ആ പയ്യൻ ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ അവൻ്റെ ആ മൈക്ക് ഇങ്ങനെ ഇട്ട് കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കും. ചിലപ്പോഴേ മാത്രം അവൻ സംസാരിക്കുന്ന ന്യായത്തിന് നിൽക്കുന്നുള്ളൂ, അനീതിക്ക് നിൽക്കുന്നില്ല. ഇത് എന്ന് പറഞ്ഞ കുറെ ചമ്പക്കട പോലെ കുറെ എണ്ണം കെട്ടിപ്പിടുത്തവും കിടക്കവും ഷീറ്റ് മൂടിക്കിടത്തും. ഇതൊക്കെ എന്തോ ഇത് കാണികൾ കാണുന്നതല്ലേ മോളെ? ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പൊ അതിനെതിരെ ലാലേട്ടൻ സംസാരിച്ചില്ലേ ഇങ്ങനെ പ്രവർത്തികൾ ചെയ്യുന്നതിനെതിരെ? ലാലേട്ടന് എനിക്ക് അറിഞ്ഞുകൂടാ. ലാലേട്ടന് ഇത് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ ആ പരിപാടി കാണണമെന്നില്ല. ആ മോനെ മാറ്റിയ ശേഷം ഞങ്ങൾ ആ പരിപാടി കാണത്തേയില്ല. ഞാൻ ഇന്നലെ എൻ്റെ മോൻ്റെ അടുത്ത് വീട്ടിൽ ചോദിച്ചു, മോനെ ഇപ്പം എങ്ങനെയുണ്ട് മോനെ? അതിലുള്ള യാതൊരു പെണ്ണിനെ പുറത്താക്കിയെന്ന് പറഞ്ഞു. അവളെ പുറത്താക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അവളെ വേണം പുറത്താക്കേണ്ടത്. ജാസ്മിന് അവളാണ് സാധനം. ആ പൂർണ്ണ ചമ്പക്കടയിൽ തോറ്റു പോകുള്ള സംസാരം. അപ്പൊ ജാസ്മിൻ അതിന് നിൽക്കാൻ യോഗ്യതയുള്ള ഒരാളായിട്ട് തോന്നുന്നില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, അവള് വെറും ഒരു കച്ചട പെണ്ണാണ്. ചേട്ടാ ബിഗ് ബോസ് കാണാറുണ്ടോ? തന്നെ ബിഗ് ബോസ് കാണാറുണ്ട്. ഇപ്പം ഞാൻ കാണാറില്ല. ഇപ്പം ഇത് കാണാൻ വേണ്ടി ഒരു ഇഷ്ടമാണ്. കാരണം സിബിൻ മാറിയപ്പോൾ ഞാൻ വീട്ടിൽ അത് ഇടുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, അത് എന്തിനാണ് സിബിൻ മാറി, എന്ത് കുറ്റത്തിനാണ് അവനെ മാറ്റിയത്? നമുക്ക് എന്ന് വെച്ചാൽ അവൻ എന്താണ് തെറ്റിയത്? അന്ന് ഞാൻ ആ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഇതാണ്. കാരണം അന്ന് ഈ ജാസ്മിൻ എന്തെല്ലാം വാക്കുകളാണ് ഉപയോഗിച്ചെന്നറിയോ? പക്ഷെ എങ്കിലും അത്രയ്ക്ക് വേണ്ടി സഹിച്ച് നിന്നിട്ടാണ് ലാസ്റ്റിലൊരു കൈ പൊക്കിയത് മാത്രമേ അവനിലുള്ള ഏറ്റവും വലിയൊരു തെറ്റ്. അതല്ലാതെ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നലെ ഗബ്രി ഔട്ടാക്കിയപ്പോൾ എന്ന് വെച്ചാൽ ഈ ലൈവായിട്ട് എല്ലാം കംപ്ലീറ്റും എല്ലാം അവൻ ചെയ്ത തെറ്റുകളും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റും അവർ ലൈവായിട്ട് എടുത്ത് കാണിച്ചിട്ടാണ് അവന് ഔട്ടാക്കിയത്. എന്തുകൊണ്ടാണ് സിബിന് അങ്ങനെ ആ തെറ്റ് അവൻ ചെയ്തത് എന്താണ് തെറ്റ്? ആ തെറ്റുകൾ ഇത് പറയാത്ത കാര്യം എന്താണ്? എന്ത് തെറ്റ് ചെയ്ത് ആ തെറ്റുകൾ എടുത്തു പറയേണ്ടത്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴ് ഈ സിബിൻ വന്നപ്പോഴാണ് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോഴേ അവൻ സിബിൻ മാറിയപ്പോഴും എനിക്കത് അപ്പം വീട്ടിൽ അത് ഇടുമ്പോൾ തന്നെ ഞാൻ ഒന്ന് കയറി വരുമ്പോൾ അത് മാറ്റാമെന്നു ഇതേ ഞാൻ പറയുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറയാം. കാരണം വെച്ചാൽ എനിക്കത് ഇഷ്ടമില്ല. കാരണം ഇവർ കാണിക്കുന്ന എന്താണ് ഇത് ഈ നമ്മൾ ഫാമിലിയോടെ ഇരുന്ന് കാണാനുള്ള ഇതാണ് ഇപ്പം കാണിക്കുന്നത് അവർ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേ എനിക്ക് ഈ ബിഗ് ബോസ് കാണാൻ വേണ്ടി പ്രധാനമായിട്ട് ജാസ്മിനും ഗബ്രി ആയിരുന്നല്ലോ അതില് പൊതുവെയുള്ള ചർച്ചാ വിഷയം. ഗബ്രി കഴിഞ്ഞ ദിവസം പുറത്തു പോയിരുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തു പോയി. ഇന്നും ഒരാൾ പുറത്തു പോകും. അപ്പൊ ഗബ്രി പോയതിനു ശേഷം ആ ഒരു പഴയ രീതിയിലുള്ള ഗെയിമിൽ നിന്ന് മാറി മത്സരം അവിടെ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. ജാസ്മിൻ ഇനി ഒറ്റയ്ക്ക് നിന്ന് പോരാടുമെന്ന് പറഞ്ഞുള്ള ഇനി സംശയമാണ്. പറ്റത്തില്ല അത്. പിന്നെ അവളുടെ അവളുടെ നാവ് കൊണ്ട് ചിലപ്പോൾ അവൾ പിടിച്ച് നിൽക്കുമായിരിക്കും. പക്ഷേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ കയറണം. സിബിൻ തിരിച്ചു കയറി കഴിഞ്ഞാൽ മത്സരം മാറും. തീർച്ചയായിട്ടും മാറും എന്നുള്ളൊരു ഉറപ്പാണത്. ഇന്നൊരാള് പുറത്താവുമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ അത് ജാസ്മിൻ ആകുമെന്ന് തോന്നുന്നുണ്ടോ? ജാസ്മിൻ ആകാൻ ചാൻസ് അല്ല.
ഗബ്രി പുറത്തു പോകേണ്ട അതിനുള്ള മനോവിഷമത്തില് ജാസ്മിൻ തനിയെ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അല്ല, ഇന്നലെ ചിലപ്പോഴേ ഇവളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാനും ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ ഇന്നലെ ഗബ്രി പുറത്തായപ്പോൾ തന്നെ അവളുടെ എന്നുവെച്ചാൽ ഒരു സ്വന്തം ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഇത് കണക്ക് അവള് കരഞ്ഞിട്ടില്ല. അവള് അത്രയും കരച്ചിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ അവള് കാണിച്ചു കൂട്ടിയത്. കാരണം നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോഴേ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ. പക്ഷേ അവൻ പുറത്തേക്ക് എന്ന് വെച്ചാൽ അവൻ ഇവിടെ വന്ന് ഈ പരിചയപ്പെട്ടാണ്. എന്നിട്ട് അവൻ്റെ അകത്ത് കയറിയപ്പോഴും അവരെ പ്രകടനം എന്താണത് നമ്മൾ ഊഹിക്കാനല്ലോ. ഇന്നലെ നടന്നൊരു ഡ്രാമയായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് ഡ്രാമയായിട്ടാണോ ഇവളുടെ ഒരു ഡ്രാമയാണോ അതോ ഇവള് ഗെയിമിന്റെ ഒരു ഭാഗമായിട്ടാണോ ഡൗട്ടുണ്ട്. കാരണം അവനും ഒരു ഡൗട്ടുണ്ട്. പക്ഷെ ഇന്നലെ അവനെ പുറത്തിറങ്ങുമ്പോൾ കാരണം എല്ലാ ആൾക്കാരെയും എല്ലാവരും പേരെടുത്ത് പറഞ്ഞിട്ട് എന്നിട്ട് ലാസ്റ്റിൽ ഇവളുടെയും പേര് പറഞ്ഞു. അപ്പൊ ഇവൾക്ക് പ്രത്യേകം പേര് പറയാത്തോണ്ട് അവനെന്താണ് ഇങ്ങനെ ഒരു പേര് മാത്രം പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അവിടെ അതിൻ്റെ അകത്ത് പോയിട്ട് അപ്പൊ ഇതിന്റെ ഡ്രാമയാണോ അതോ ഇതിന്റെ ഒരു ഗെയിമിന്റെ ഭാഗമാണോ എന്നുള്ള നമുക്ക് പറയാൻ പറ്റൂല. കാരണം അവള് ഭയങ്കര മെമ്മറി പവറാണ്. ഭയങ്കര മെമ്മറി പവറാണ്. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ ഓരോ സംസാരവും അവളുടെ ഓരോ രീതികളും അവളുടെ ഒരു പ്രകടനവും എല്ലാം കംപ്ലീറ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. കാരണം നമ്മൾ പല ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെട്ടും നമ്മൾ ഗൾഫ് ഫ്രണ്ടിലൊക്കെ കിടന്നിട്ട് പല ആൾക്കാരുമായിട്ട് ഇടപെട്ട് ഓരോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ അവളുടെ ഒരു രീതി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇവള് ലോക ജാസ്മിൻ കപ്പടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജാസ്മിൻ ഒരിക്കലും പക്ഷേ സിബിൻ കയറിയ കപ്പടിക്കും, അത് ഉറപ്പാണ്. അത് 100% അതാണ് പള്ളിയുടെ മണി അടിച്ചത്. സിബിൻ കയറി കഴിഞ്ഞാൽ കൊണ്ടുപോയിരിക്കാവേ. വിജയത്തിലേക്ക് എത്തിപ്പെടേണ്ട ഒരു മത്സരാർത്ഥിയാണ്. ഒരു ആവശ്യമില്ലാതെ മാഡം ഞാൻ ചോദിക്കട്ടെ, അവന്റെ ഒരു തെറ്റ് കാര്യങ്ങൾ ഒന്ന് എടുത്തു പറയണ്ടേ? സാറ് ഇപ്പൊ ഓരോ ഈ മത്സരാർത്ഥികൾ ഔട്ടാവുമ്പോൾ അവരുടെ ഓരോ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നത് ഇവിടെ അവർക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ അവരെ തെറ്റ് ഔട്ടാവുമ്പോഴാണ് അവർ പുറത്ത് നിന്നിട്ട് നീ ഇത്രയും ദിവസം അവിടെ നിന്ന് നീ ഇതൊക്കെ കാണിച്ച് എല്ലാം കംപ്ലീറ്റ് ലൈവ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിബൻ ഔട്ടായപ്പോഴെന്താണ് അത് കാണിച്ചു കൊടുക്കാത്തത്? അവൻ എന്താണ് ചെയ്തത്? അവൻ ചെയ്ത കാര്യങ്ങളെടുത്ത് പറയേണ്ടത്. അപ്പം അങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഈ സിബിനുള്ള ആ സമയം തൊട്ട് നമ്മളിത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഞാൻ കടലിൽ പണിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് സിബിനുള്ള സമയത്ത് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഈ ബിഗ് ബോസ് ആണ്. ഇതേ കാണുള്ളൂ. അല്ലെ സാധാരണ ഞാൻ വാർത്തയാണ് സാധാരണ കാണാറുള്ളത്. അതല്ലാതെ വേറെ ഒന്നും കാണൂല. പിന്നെ ഇത് സിബിനുള്ളതുകൊണ്ട് ഇവൻ്റെ ഓരോ പ്രകടനവും ഇവൻ്റെ സംസാരവും ഇവൻ്റെ ഡാൻസും അതിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഗബ്രിയെ പുറത്താക്കിയതിലുള്ള പ്രേക്ഷകരുടെ അഭിപ്രായമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. സിബിനെ തിരികെ ഷോയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഒന്നടങ്കം പേരും അഭിപ്രായപ്പെടുന്നത്. ഇനി മത്സരം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. വീണ്ടും ബിഗ് ബോസിനെ കുറിച്ച് മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.